അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ ഉടക്കാൻ അൻവർ. UDFിനെ സമ്മർദ്ദത്തിലാക്കാൻ മത്സരിക്കുമെന്ന ഭീഷണിയും. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയുണ്ടാകുമെന്ന് സണ്ണി ജോസഫ്. കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടായാൽ മുതലെടുക്കാൻ LDF. സംസ്ഥാനത്ത് കനത്ത മഴ, നാശനഷ്ടം കൂടുതൽ വടക്കൻ കേരളത്തിൽ. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കോഴിക്കോട് വടകരയിൽ ട്രാക്കിൽ മരം വീണു. ട്രെയിനുകൾ വൈകി ഓടുന്നു. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ റെഡ് അലർട്ട്. കരുവന്നൂർ ബാങ്ക് കേസിൽ CPMനെയും 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതി ചേർത്ത EDയുടെ കുറ്റപത്രം. പ്രതിപട്ടികയിൽ K രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവർ അടക്കം 83 പേർ 180 കോടി തട്ടിപ്പിലൂടെ സമ്പാദിച്ചെന്നും ED കുറ്റപത്രത്തിൽ. ഏപ്രിൽ 22-ലെ ഭീകരാക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് ഇന്ത്യ മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി. നേർക്കുനേർ നിന്ന് യുദ്ധം ജയിക്കാനുള്ള ശേഷിയില്ലാത്തതിനാൽ പാകിസ്ഥാൻ ഭീകരപ്രവർത്തനം നടത്തുന്നെന്നും മോദി. 82,000 കോടിയുടെ പദ്ധതികൾക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് സന്ദർശനം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുകാന്ത് കീഴടങ്ങി. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സ്നേഹത്തിന്റെ പേരിൽ പ്രതി ചൂഷണം നടത്തിയെന്ന് ഹൈക്കോടതി. മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കരക്കടിയുന്നതിനെ തുടർന്ന് അതീവ ജാഗ്രത. 23 കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞു. നീണ്ടകരയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്ക്. കടലിലെ വെള്ളം പരിശോധിക്കും. വയനാട് തിരുനെല്ലിയിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കൂടെ താമസിച്ചിരുന്ന ബിലീഷിനെ പിടികൂടിയത് ഇന്ന് പുലർച്ചെ. പ്രതി തട്ടിക്കൊണ്ടുപോയ കുട്ടിയെയും കണ്ടെത്തി.